പോകുന്നില്ലെന്നോ? ഇല്ല, പോകുന്നില്ല. പോകാതിരിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഞാൻ ഇനി അവിടെ പോകുന്നില്ല, അത്ര തന്നെ. എടാ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? പോകാതിരിക്കാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ, അതെന്താന്നാ ചോദിച്ചേ? അമ്മ ഈ കാരണം അറിയണോ? ആ, എന്നെ അവൻ നിങ്ങളുടെ മരുമകൻ അഭിഷേക് എല്ലാ തൊഴിലാളികളുടെ മുമ്പിൽ വെച്ച് എന്നെ അവൻ നാണം കെടുത്തി. എന്നോട് വളരെ മോശമായി പെരുമാറി. അഭിഷേക് നിന്നെ നാണം കെടുത്തിയെന്നോ? എന്തിന്? എന്താ അനീഷേട്ടാ, എന്താ ഉണ്ടായേ? ഞാനൊരു നല്ല കാര്യം ചെയ്തപ്പോ അവനത് ഇഷ്ടപ്പെട്ടില്ല. എടാ, നീ എന്താ ചെയ്തേ? എന്റെ അമ്മേ, അവിടെ കുറെ തൊഴിലാളികൾ സിസ്റ്റമാറ്റിക് അല്ലാതെ തെറ്റായ രീതിയിലാണ് ജോലി ചെയ്യുന്നേ. ഞാനത് കണ്ടുപിടിച്ച് അവന്മാരെ ശാസിച്ചു. ആ തൊഴിലാളികൾക്ക് അത് ഇഷ്ടമായില്ല. അവന്മാര് ഞാനും തമ്മിൽ തർക്കമായി. അത് കേട്ടുകൊണ്ട് അഭിഷേക് വന്നത്. അവനെ പ്രശ്നത്തിന്റെ സത്യാവസ്ഥ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ തൊഴിലാളികളുടെ വാക്കും കേട്ട് അവർക്കൊപ്പം ചേർന്ന് എന്നെ വഴക്ക് പറഞ്ഞു. എനിക്ക് ആ കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള യോഗ്യത ഇല്ലാന്ന്. അഞ്ജിത മുതലാളിയുടെ മകന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയതെന്ന് പറഞ്ഞ് ആ തൊഴിലാളികൾ എന്നെ പരിഹസിച്ചു. അപ്പോഴും അഭിഷേകില്ലേ, അവർക്കെതിരെ ഒന്നും പ്രതികരിച്ചില്ല. ഇതെനിക്ക് വല്ലാത്ത അപമാനം തന്നെ അമ്മേ. അല്ല, ആ തൊഴിലാളികൾ പറഞ്ഞത് ഒരു കണക്കിന് ശരിയാണല്ലോ. അഞ്ജിത പൊന്നാനം തോട്ടത്തിലെ മരുമകളായതുകൊണ്ടാണല്ലോ അനീഷേട്ടന് ഈ ജോലി കിട്ടിയത്. മഞ്ജു, ദേ, നീ അവരെ പോലാണോ എന്നോട് സംസാരിക്കുന്നത്? ആണോന്ന്? അല്ല അനീഷേട്ട. മഞ്ജു, നിർത്ത്. നീ എന്താ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നോക്കുകയാണോ? ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോ അയാളുടെ ദേഷ്യം കൂട്ടാനാണോ നീ നോക്കുന്നേ? എടാ, അഞ്ജിത അവിടുത്തെ മരുമകളായതുകൊണ്ടാ നിനക്ക് ആ കമ്പനിയിലെ ജോലി കിട്ടിയതെന്നല്ലേ തൊഴിലാളികൾ പറഞ്ഞത്? അതെ, അങ്ങനെ തന്നെയാ പറഞ്ഞത്. തൊഴിലാളികൾ നിന്നെ ഈ വിധത്തിൽ തരം താഴ്ത്തി സംസാരിച്ച വിവരം നീ അഭിഷേകിനോട് പറഞ്ഞോ? ഇല്ലെങ്കിൽ അവനത് കേട്ടോ? അത് അഭിഷേക് കേട്ടില്ല. അത് നീ എന്താ അവനോട് പറയാത്തെ? പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ അപമാനിച്ച തൊഴിലാളികളെ അഭിഷേക് അപ്പൊ തന്നെ പിരിച്ചുവിട്ടേനെ. അതിന് ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കാതെ തൊഴിലാളികളുടെ ഒപ്പം ചേർന്ന് അഭിഷേക് എന്നെ വഴക്ക് പറയായിരുന്നല്ലോ. തൊഴിലാളികളെ കുടുംബാംഗങ്ങളെ പോലെ കാണണമെന്നും പറഞ്ഞ് അഭിഷേക് എന്നെ കൊണ്ട് അവരോട് മാപ്പ് പറയിപ്പിക്കാൻ ശ്രമിച്ചു. ഇനി പറ, ഞാൻ ചെയ്ത് തെറ്റാണോ? അനീഷേ, ഇനി നീ ആ കമ്പനിയിൽ എന്തൊക്കെ തെറ്റ് ചെയ്താലും ശരി തന്നെ നിന്നെ അഭിഷേക് തൊഴിലാളികളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചത് ശരിയായില്ല. നിന്നെ അപമാനിച്ചത് എന്നെ അപമാനിച്ചതിന് തുല്യ.